ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. കുളപ്പുള്ളി ആലിൻചുവട് കണയം പാത നിർമ്മാണം കണയത്ത് നിന്നും ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് നിർമ്മാണ പ്രവർത്തികൾ തടഞ്ഞു. റോഡിൽ കിടന്ന് നിർമ്മാണ പ്രവർത്തികൾ തടഞ്ഞ മുൻ കൗൺസിലറായ നേതാവിനെ പോലീസ് തൂക്കിയെടുത്ത് അറസ്റ്റ് ചെയ്ത് നീക്കി. രാവിലെ 10ഓടെയായിരുന്നു സംഭവം. കുളപ്പുള്ളി ആലിൻചുവട് കണയം പാത നിർമ്മാണം ചൊവ്വാഴ്ച രാവിലെ ആരംഭിച്ചപ്പോഴാണ് മുൻ കൗൺസിലർ വിപിൻനാഥ് ഉൾപ്പെടെയുള്ള BJP പ്രവർത്തകർ തടഞ്ഞത്. കരാറുകാരനോട് പ്രവൃത്തികൾ നടത്തരുതെന്നും വിപിൻനാഥ് ആവശ്യപ്പെട്ടു. ഇതോടെ CPM പ്രവർത്തകരും കൗൺസിലർമാരും ഇവർ അറിയിച്ചതിനെ തുടർന്ന് പോലീസും സ്ഥലത്തെത്തി. റോഡ് റോളറിന് മുമ്പിൽ കിടന്ന വിപിൻനാഥ് പ്രതിഷേധിച്ചതോടെ പോലീസ് തൂക്കിയെടുത്ത് അറസ്റ്റ് ചെയ്ത് നീക്കി. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് 4 വാഹനങ്ങളിലായി പോലീസും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു. വിപിൻനാഥിനെ പോലീസ് പിന്നീട് ജാമ്യത്തിൽ വിട്ടു. വികസന വിരോധികളായ BJP നേതാക്കൾ റോഡ് നിർമ്മാണ പ്രവൃത്തികൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതായി കൗൺസിലർ P. പ്രസാദ് പറഞ്ഞു. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള വോട്ട് വിഷയം തന്നെയാണ് BJP ഇത്തരത്തിലൊരു സമര നാടകത്തിന് വേണ്ടി ഇന്നിവിടെ തിരഞ്ഞെടുത്തത്. കാരണം ഇതിൻ്റെ വിഷയം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ വാട്ടർ അതോറിറ്റി പൊളിച്ചിട്ടുള്ള ഈ സൈഡ് അതിൻ്റെ വൈറ്റ് മിക്സ് ഇട്ട് ചെയ്താൽ മാത്രമാണ് ഈ റോഡ് നിലനിൽക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ടെൻഡർ കാലതാമസം വന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഒരു അല്പം ഈ റോഡിൻ്റെ പ്രവൃത്തി നിലച്ചു പോയത്. എന്നാൽ അതെല്ലാം തന്നെ MLAയും അതുപോലെ തന്നെ നഗരസഭാ ചെയർമാനും എല്ലാം ഇടപെട്ട് വളരെ ശക്തമായ രീതിയിലാണ് ഇപ്പോൾ റോഡിൻ്റെ പ്രവൃത്തി നടക്കാൻ വേണ്ടി പോകുന്നത് എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇവിടുത്തെ BJPക്ക് ഹാലിളകി ഈ സമരത്തിന് കോപ്പ് കൊട്ടാൻ വേണ്ടി ഇന്ന് തയ്യാറായിട്ടുള്ള ഒരു നാടകം ഇന്ന് ഇതിൻ്റെ പ്രവൃത്തി ആരംഭിച്ച ദിവസം അവർ നടത്തിയത്. എന്തായാലും ഇതിനെ ജനങ്ങൾ തള്ളിക്കളയും എന്ന കാര്യം യാതൊരു തർക്കവുമില്ല. നിർമ്മാണ പ്രവർത്തികൾ തടസ്സപ്പെടുത്താനായി BJP പ്രവർത്തകരെത്തുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷിയായ കുളപ്പുള്ളി സ്വദേശി താഹിറും പറഞ്ഞു. രാവിലെ ഞാൻ ഇങ്ങനെ റോട്ടിൽ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് റോഡാകെ ബ്ലോക്കായിട്ട് കിടക്കുകയും അപ്പോൾ ഇവിടെ BJPയുടെ കൗൺസിലർമാർ വന്ന് ഇത് ആലിൻചുവട് മുതൽ നമ്മളെ ഉമ്മപ്പടി വരെയാണ് ടാർ ചെയ്യുന്നുള്ളത്, ശരിയാവില്ല, ഈ നിലപാട് ശരിയല്ല, ഇത് കണയം വരെ ഇതിൻ്റെ എത്ര ഇളച്ച കല്ലുരുട്ടി വരെ ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾ റോഡ് പണിയെടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് നമ്മളെ കൗൺസിലർ വിപിൻനാഥ് വണ്ടിയുടെ മുമ്പിൽ കടന്നു. അപ്പോൾ CI അദ്ദേഹത്തെ എടുത്ത് പോലീസ് സ്റ്റേഷൻ കൊണ്ട് തുടർന്ന് വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം തകർന്നു കിടക്കുന്ന പ്രദേശത്ത് നിന്നും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കണമെന്ന ആവശ്യമാണ് താൻ ഉന്നയിച്ചതെന്നും കരാറുകാരൻ ഇത് നിഷേധിക്കുകയായിരുന്നുവെന്നും വിപിൻനാഥും പറഞ്ഞു. ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നത് കോൺട്രാക്ടർ ഈ ഒരു കാര്യം ഈ ഒരു ഭാഗം വരെ നമ്മുടെ ഈ ആലിൻചുവട് മുതൽ ഈ കലാഗ്രാമം വരെയുള്ള റോഡ് ചെയ്തുകൊണ്ട് അത് അവസാനിപ്പിച്ച് ഇന്ന് മുങ്ങാൻ തയ്യാറെടുത്ത കോൺട്രാക്ടറെ നമ്മൾ തടഞ്ഞതാണ്. അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയില്ല. ഈ ബില്ല് എങ്ങനെയെങ്കിലും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്യാൻ പ്രേരിതനായിട്ട് അവിടെ വന്നിട്ടുള്ളത്. അത്തരത്തിലൊരു കാര്യം പറഞ്ഞ് അയാൾ തടസ്സം ചെയ്തിട്ടും പാർട്ടിക്കാർ വന്നപ്പോൾ ഈ കാസിം എന്ന് പറഞ്ഞ ആളുടെ മുഖഭാവം മാറി ഞങ്ങൾ ചെയ്യും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും നിങ്ങളോട് പറയാം, ആ കോൺട്രാക്റ്റിൽ നിന്നും വലിയൊരു തുക പാർട്ടി പൈസ വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിന് കമ്മീഷൻ വാങ്ങിയിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. കാരണം ഒരു കണയം കല്ലുരുട്ടി റോഡ് എന്ന് പറഞ്ഞാൽ മുഴുവൻ റോഡിനും ഉത്തരവാദിത്തം ഏൽക്കാതെ, അല്ലെങ്കിൽ ആ റോഡ് പകുതി അവിടെ കടന്നോട്ടെ, ഈ റോഡ് നേരാക്കട്ടെ എന്ന് പറഞ്ഞ് ഇയാളെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഒരു നാടകമാണ് അവിടെ കണ്ടത്. അത്തരത്തിൽ ഒരു കാര്യത്തിനും ഈ കാര്യത്തിൽ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ പാർട്ടി നിലപാടെടുത്തിട്ടുണ്ട്. 2 കൗൺസിലർമാരും അവിടെ കൃത്യമായിട്ട് അതിൻ്റെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇതിലൊന്നും നിൽക്കില്ല. ഈ റോഡ് മുഴുവനായിട്ട് ഈ ശോചനീയാവസ്ഥ ഇവർ മാറ്റിയിട്ടില്ലെങ്കിൽ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമാണ്. View Luxurious Makeover Studio, Best Stand Building, Kulapuli.